സഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കെതിരെ എന്ത് പറയാം എന്ത് പറഞ്ഞുകൂടാ എന്നതിനെക്കുറിച്ച് നല്ല ധാരണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കുമുണ്ട്. അദ്ദേഹം തീർത്തും നിലവാരമില്ലാത്ത രീതിയിലാണ് അങ്ങക്കെതിരെയുള്ള അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞത്. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? മരണ പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുമല്ല. എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് പറയേണ്ടി വന്നു. സത്യമാണോ ഈ പറയുന്നത്? ആ കുഞ്ഞവരാ, ഈ കഞ്ചാവ് മൂത്താൽ എന്താ ചെയ്യാ? വെട്ടിമിക്കണം മാറ്റ നല്ല കാശല്ലേ? അതല്ലടോ, കഞ്ചാവ് വലിച്ച് തല. സർ, ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത്. സർ, അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ. ആ പ്രാർത്ഥന എന്താകാനാണ്? ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങേ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും നിലവാരമില്ലാത്ത എന്താണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയത്? നമ്മുടെ സമൂഹത്തിന്റെ മുന്നില് പിണറായി വിജയൻ ആരാണ്, വി ഡി സതീശൻ ആരാണ് എന്നതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട്. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂത പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ. പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതാൻ എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. സാർ, അങ്ങ് എന്നെ കുറിച്ച് നല്ല ഒരു വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചു പോയാലും. അയ്യോ, വലിയ തമ്പി, അദ്ദേഹത്തോട് എനിക്ക് വലിയ ബഹുമാനമാ. അങ്ങയുടെ നേർക്ക് ഞാൻ എന്റെ കൈ ഉയർത്തത്തേ ഇല്ല. ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രിയും അതുപോലെ പരാമർശം നടത്തി, എനിക്കെതിരായി പരാമർശം നടത്തി. ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകേണ്ട ഒരാളാണ് പാർലമെന്ററി കാര്യമന്ത്രി. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ വകുപ്പ് പോലും ഭരിക്കാൻ ശേഷിയില്ല, വേറെ ആളുകളാണ് ഭരിക്കുന്നത്. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം സാർ, ഈ സഭയിൽ MP രാഘവനെ തല്ലിച്ചതച്ചിട്ടില്ലേ? അന്ന് ആരായിരുന്നു പാർലമെന്ററി പാർട്ടി ലീഡർ? ഈ സഭ തല്ലി പൊളിച്ചപ്പോ പുറത്തു നിന്ന് അതിനൊത്താശ കൊടുത്ത ആരാണ് സാർ? ഇതിനിടെ സ്പീക്കറുടെ ചെയർ പ്രതിപക്ഷാംഗങ്ങൾ മറിച്ചിട്ടു, മൈക്കടക്കം ഉപകരണങ്ങൾ നശിപ്പിച്ചു. പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതാൻ. അഖില കേരള ചക്രവർത്തി, കേരള മഹാരാജാവ് സഖാവ് പിണറായി വിജയനെ കുറിച്ച് അപവാദം പറയുന്ന എല്ലാവരും ഇടിപെട്ടുള്ളൂ. എന്നെ അനുഗ്രഹിക്കണം.